ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ലിഥിയം അയൺ ബാറ്ററികൾ, അവയുടെ സവിശേഷതകൾ, ആയുസ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം, ആധുനിക ഇലക്ട്രിക് കാറുകളിൽ ശരിയായ ബാറ്ററി ശേഷി എങ്ങനെ തിരഞ്ഞെടുക്കാം, പരിപാലനച്ചെലവ് എന്നിവയാണ്. ആധുനിക ഇലക്ട്രിക് വാഹനങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ എന്നിവയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാണ് ലിഥിയം അയൺ ബാറ്ററികൾ. അവ ഭാരം കുറഞ്ഞതും വലിയ അളവിൽ ഊർജ്ജം സംഭരിക്കുന്നതും വേഗത്തിൽ ചാർജ് ചെയ്യുന്നതും ദീർഘനേരം സേവന ജീവിതമുള്ളതുമായതിനാൽ അവ ജനപ്രിയമാണ്. ബാറ്ററി സ്പെസിഫിക്കേഷനുകൾ. ഒരു ലിഥിയം അയൺ ബാറ്ററി സാധാരണയായി ബാറ്ററിയുടെ വൈദ്യുത സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഒരു ലിഥിയം അയൺ സെല്ലിന് ഏകദേശം 3.6 മുതൽ 3.7 വോൾട്ട് വരെ നാമമാത്ര വോൾട്ടേജ് ഉണ്ട്. ശേഷി ആംപിയർ മണിക്കൂറുകളിൽ അളക്കുന്നു. ഇത് ബാറ്ററിക്ക് എത്ര വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. കിലോവാട്ട് മണിക്കൂറുകളിലെ ഊർജ്ജം ബാറ്ററിയിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനാണിത്. കിലോവാട്ടിലെ പവർ ഔട്ട്പുട്ട് ആക്സിലറേഷൻ സമയത്ത് ബാറ്ററി മോട്ടോറിലേക്ക് എത്ര പവർ എത്തിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. സൈക്കിൾ ലൈഫ്. മിക്ക എഫ് ബാറ്ററികൾക്കും ബാറ്ററിയുടെ കെമിസ്ട്രിയും ഉപയോഗവും അനുസരിച്ച് 2000 മുതൽ 4000 വരെ ചാർജ് ഡിസ്ചാർജ് സൈക്കിളുകൾ വരെ താങ്ങാൻ കഴിയും. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം BMS സുരക്ഷിതമായ പ്രവർത്തനവും കൂടുതൽ ബാറ്ററി ലൈഫും ഉറപ്പാക്കാൻ വോൾട്ടേജ്, കറന്റ്, താപനില, ചാർജിംഗ് എന്നിവ നിരീക്ഷിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം. മികച്ച ബാറ്ററി ലൈഫ് എങ്ങനെ നേടാം? കുറച്ച് ലളിതമായ രീതികൾ പിന്തുടർന്ന് ലിഥിയം അയൺ ബാറ്ററിയുടെ ആയുസ്സ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. ആദ്യം, പരമാവധി ഡ്രൈവിംഗ് ശ്രേണി ആവശ്യമില്ലെങ്കിൽ എല്ലാ ദിവസവും ബാറ്ററി 100% വരെ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക. ദിവസേനയുള്ള ഡ്രൈവിംഗിന് 80 മുതൽ 90% വരെ ചാർജ് ചെയ്യുന്നത് സാധാരണയായി ശുപാർശ ചെയ്യുന്നു. രണ്ടാമതായി, ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക. ബാറ്ററി ലെവൽ ഏകദേശം 20 മുതൽ 30% വരെ എത്തുമ്പോൾ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായി, അങ്ങേയറ്റത്തെ താപനിലയിൽ നിന്ന് ബാറ്ററിയെ സംരക്ഷിക്കുക. ഉയർന്ന താപനില ബാറ്ററിയുടെ അപചയത്തെ ത്വരിതപ്പെടുത്തുന്നു, അതേസമയം വളരെ കുറഞ്ഞ താപനില താൽക്കാലികമായി പ്രകടനം കുറക്കുന്നു. നാലാമതായി, നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്ന ചാർജർ ഉപയോഗിക്കുക. കുറഞ്ഞ നിലവാരമുള്ള ചാർജിംഗ് ഉപകരണങ്ങൾ ഒഴിവാക്കുക. അവസാനമായി, സാധ്യമാകുമ്പോഴെല്ലാം ദൈനംദിന ചാർജിംഗിനായി സ്ലോ അല്ലെങ്കിൽ AC ചാർജിംഗ് ഉപയോഗിക്കുക. ദീർഘദൂര യാത്രകൾക്ക് DC ഫാസ്റ്റ് ചാർജിംഗ് മാറ്റിവെക്കുക, കാരണം ഇടയ്ക്കിടെയുള്ള ഫാസ്റ്റ് ചാർജിംഗ് ക്രമേണ ബാറ്ററി തേയ്മാനം വർദ്ധിപ്പിക്കും. കിലോവാട്ട് ഹവറിൽ ശരിയായ ബാറ്ററി ശേഷി തിരഞ്ഞെടുക്കൽ. ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ ബാറ്ററി ശേഷി നിങ്ങളുടെ ദൈനംദിന യാത്രാ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിരിക്കണം. നിങ്ങളുടെ ദൈനംദിന ഡ്രൈവിംഗ് ദൂരം ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെയാണെങ്കിൽ സാധാരണയായി 25 മുതൽ 35 കിലോവാട്ട് ഹവറിൽ ബാറ്ററി മതിയാകും. 50 മുതൽ 100 കിലോമീറ്റർ വരെ ദിവസേനയുള്ള ഡ്രൈവിംഗിന് 40 മുതൽ 60 കിലോവാട്ട് ഹവറിൽ ബാറ്ററി റേഞ്ചിനും ചെലവിനും ഇടയിൽ സുഖകരമായ സന്തുലിതാവസ്ഥ നൽകുന്നു. ദീർഘദൂര യാത്രക്കോ ഹൈവേ ഡ്രൈവിംഗിനോ 60 മുതൽ 80 കിലോവാട്ട് ഹവറിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബാറ്ററി കൂടുതൽ ഡ്രൈവിംഗ് റേഞ്ചും കുറച്ച് ചാർജിംഗ് സ്റ്റോപ്പുകളും വാഗ്ദാനം ചെയ്യുന്നു. ഒരു വലിയ ബാറ്ററി കൂടുതൽ റേഞ്ച് നൽകുന്നു, പക്ഷേ വാഹനത്തിന്റെ വാങ്ങൽ വിലയും ഭാരവും വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ലഭ്യമായ ഏറ്റവും വലിയ ബാറ്ററി തിരഞ്ഞെടുക്കുന്നതിനുപകരം വാങ്ങുന്നവർ അവരുടെ സാധാരണ ദൈനംദിന ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ബാറ്ററി വലുപ്പം തിരഞ്ഞെടുക്കണം. പരിപാലനച്ചെലവ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അവയുടെ കുറഞ്ഞ പരിപാലനച്ചെലവാണ്. ലിഥിയം അയൺ ബാറ്ററികൾക്ക് ഓയിൽ മാറ്റങ്ങൾ, ഇന്ധന ഫിൽട്ടറുകൾ, സ്പാർക്ക് പ്ലഗുകൾ, എഞ്ചിൻ അറ്റകുറ്റപ്പണികൾ എന്നിവ ആവശ്യമില്ല. പതിവ് അറ്റകുറ്റപ്പണികളിൽ പ്രധാനമായും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, ബാറ്ററി കൂളിംഗ് സിസ്റ്റം പരിശോധനകൾ, ബ്രേക്ക് പരിശോധന, ടയർ റൊട്ടേഷൻ, ക്യാബിൻ എയർ ഫിൽട്ടർ മാറ്റിസ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ആവശ്യമെങ്കിൽ ബാറ്ററി മാറ്റിസ്ഥാപിക്കൽ ചെലവേറിയതാണ്, എന്നാൽ മിക്ക നിർമ്മാതാക്കളും വാഹന മോഡലിനെ ആശ്രയിച്ച് 8 വർഷം അല്ലെങ്കിൽ ഏകദേശം 1,60,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി നൽകുന്നു. സാധാരണ ഉപയോഗത്തിൽ പല EV ബാറ്ററികളും നിരവധി വർഷങ്ങൾക്ക് ശേഷവും അവയുടെ യഥാർത്ഥ ശേഷിയുടെ 70 മുതൽ 90% വരെ നിലനിർത്തുന്നു. ഇത് വാറണ്ടി കാലയളവിൽ മിക്ക ഉടമകൾക്കും മാറ്റിസ്ഥാപിക്കൽ ആവശ്യമില്ല. ഉപസംഹാരമായി, ലിഥിയം അയൺ ബാറ്ററികൾ ആധുനിക ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൃദയമാണ്. അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുക, ശരിയായ ചാർജിംഗ് രീതികൾ പാലിക്കുക, ശരിയായ ബാറ്ററി ശേഷി തിരഞ്ഞെടുക്കുക, പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നിവ ബാറ്ററി ആയുസ്സ് ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ഉടമസ്ഥാവകാശ ചെലവ് കുറയ്ക്കുകയും വർഷങ്ങളോളം വിശ്വസനീയമായ പ്രകടനം ഉറപ്പാക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായമിടുക. വീഡിയോ കണ്ടതിന് നന്ദി.